ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഡോക്ടർ ബിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഒരുപാട് ഫേമസ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉഗ്രൻ എഫക്റ്റിനെ പറ്റി, അതായത് ജിബ്ലി എഫക്റ്റിനെ പറ്റിയിട്ട്. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ഇട്ട പോലെ സൂപ്പറായിട്ട് അങ്ങോട്ട് കത്തി കയറി ജിബ്ലി എഫക്റ്റ്. അപ്പോൾ നമുക്ക് ആ ജിബ്ലി എഫക്റ്റിനെ കുറിച്ചൊന്ന് പഠിച്ചാലോ. ഈ ജിബിലി എന്ന വേർഡിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അത് എത്തിച്ചേരുക ജപ്പാനിലെ ജിബ്ലി സ്റ്റുഡിയോയിലേക്കായിരിക്കും. അതെ, 1985 ഹയാവോ മിയാസാക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയും മൂപ്പരുടെ 2 സുഹൃത്തുക്കളും കൂടി തുടങ്ങിയ ഒരു ഉഷാർ അനിമേഷൻ സ്റ്റുഡിയോ ജിബ്ലി സ്റ്റുഡിയോ. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ജിബ്ലി സ്റ്റുഡിയോനെ പറ്റിയിട്ട് അറിയായിരിക്കും. കാരണം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഈ കാർട്ടൂണുകൾ, അനിമേഷൻ കാർട്ടൂണുകൾ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാർട്ടൂണിൻ്റെ പേരാണ് സ്പിരിറ്റഡ് അവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ. 2001 ഇറങ്ങിയ ഈ കാർട്ടൂണ് 2003 അവർക്ക് ഓസ്കാർ അവാർഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജിബ്ലി സ്റ്റുഡിയോ ഇത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് ആവാൻ കാരണം. ഒരുപാട് അനിമേഷൻ കാർട്ടൂണുകൾ അവർ ഈ ജിബ്ലി സ്റ്റുഡിയോൻ്റെ അണ്ടറിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ജിബ്ലി സ്റ്റുഡിയോ ഇറക്കുന്ന കാർട്ടൂണിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ എല്ലാ കാർട്ടൂണും കൈകൊണ്ട് വരച്ചിട്ടും പെയിൻറ് ചെയ്തിട്ടുമാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ കാർട്ടൂണുകൾ ഉണ്ടാക്കാൻ 2 വർഷവും 3 വർഷമൊക്കെ ഇവർക്ക് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാർട്ടൂണുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഓരോ ഫ്രെയിമിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരു കാർട്ടൂണാണ് ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. അതായത് 2023 ഈ കാർട്ടൂണ് അനിമേഷൻ കാർട്ടൂൺ റിലീസാവുന്നത്. അതിനാകട്ടെ 2024 അവർക്ക് വീണ്ടും 2ാമതായിട്ട് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും ആഘോഷിച്ചുകൊണ്ട് വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഗിബ്ലി എഫക്റ്റിന്റെ പിന്നാമ്പുറ ചരിത്രങ്ങൾ. ഇപ്പോഴൊക്കെ നമുക്ക് ഒരു ഗിബ്ലി എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPT കയറിയിട്ട് ഒരു ഫോട്ടോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇതൊന്ന് ഗിബ്ലി എഫക്റ്റ് ആക്കി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്കത് ഗിബ്ലി എഫക്റ്റ് നമ്മളുടെ ഫോട്ടോനെ ആക്കി തരുന്നതാണ്. പക്ഷേ നമുക്കൊന്നും അറിയാത്തൊരു കഷ്ടപ്പാടും ഹാർഡ് വർക്കും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഹയാവോ മിയാസാക്കിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ ജിബ്ലി എഫക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.